أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സുഹൃത്തുക്കളെ, പുണ്യമായ റമളാന്റെ രണ്ടാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എടുക്കുന്ന നോമ്പുകളും മറ്റു സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് അവൻ്റെ മഹല്ലായ ഫضل കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായിരിക്കുന്ന റമളാന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ എത്രയും വേഗത്തിൽ അല്ലാഹു തആല ലഘൂകരിച്ച് നമ്മുടെ പള്ളികളും മറ്റുള്ളതുമെല്ലാം തുറന്ന് പ്രവർത്തിച്ച് പങ്കുചേരുവാൻ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജംഇന്റെ ക്ലാസ് നമ്പർ 75. ചർച്ച മുസ്ബത്തായ ഫീലിന്റെ ശേഷം അല്ലെങ്കിൽ മുസ്ബത്തായ കലിമത്തിന് ശേഷം നെക്കറിയാക്കപ്പെട്ടൊരു ജമ്മ് വന്നാൽ എന്താ അതിന്റെ വിധി, അതെന്താകും? അതാണ് അസഹായ അഭിപ്രായം അന്നൽ ജംഅൽ മുനക്കറ, നിക്രയാക്കപ്പെട്ട ജമ്മ് ബഹുവചനമാണ്, അതോടൊപ്പം നിക്രയുമാണ്. അങ്ങനത്തെ ഒരു ജമ്മ് എവിടെ? ഇസ്ബാത്തി മുസ്ബത്തായ കലാമിൽ. മംഫിയായ കലാമിന്റെ പിറകിൽ നമ്മൾ നിക്രയാക്കപ്പെട്ട ഇസ്മ വന്നാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുസ്ബത്തിന്റെ ബേക്കിൽ നിക്രയാക്കപ്പെട്ട ഇസ്മാണ്, അത് ജമ്മുമാണ്. അത് എന്താകുന്നു പറയാമാണ്. അതിന്റെ ഉദാഹരണം നഹ്വു ജാഅ അബീദുൽ സൈദിൻ, സൈദിനുള്ള അടിമകൾ വന്നു. ജാഅ എന്ന് പറയുമ്പോൾ മുസ്ബത്തായ ഒരു ഫീലല്ലേ, അതിന് ശേഷമല്ല അബീദുൻ ജമ്മല്ലേ, അബ്ദിന്റെ ജമ്മുള്ള അബീദ്, അത് നിക്രയാക്കപ്പെട്ട ഇസ്മുമാണ്. ഇങ്ങനെ വന്നാൽ എന്താകുന്നു ഈ ജമ്മ്? ലൈസ ബി ആമിൻ, അത് ആമല്ല. അപ്പൊ അതിൽ ആമില്ല എന്ന് പറയുന്നത്. ആമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അബീദുൻ എന്ന് പറഞ്ഞ ജമ്മല്ലേ, അപ്പൊ എന്ത് ചെയ്യണം? ഫയുഹ്മലു, അങ്ങനെ വരുമ്പോൾ ഈ നെക്കിറയാക്കപ്പെട്ട ജംഇനെ ചുമത്തപ്പെടും. അലാ അഖല്ലിൽ ജംഇ സലാസത്തിൻ അവിസ്നൈനി, അഖല്ലുൽ ജമ്മിന്റെ മേൽ ചുമത്തപ്പെടും. അഖല്ലുൽ ജം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഒരഭിപ്രായത്തിൽ 3 എന്ന് കാണാം, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായത്തിൽ 2 എന്ന് കാണാം. അപ്പൊ 2 അഭിപ്രായമുണ്ട്, 3 അഭിപ്രായമുണ്ട്. ജമ്മിൽ ഏറ്റവും ചുരുങ്ങിയത്. ആ നിലയിലാണ് ഇവിടെ വന്ന നെക്കറയാക്കപ്പെട്ട ആ ജമ്മിനെ ചുമത്തപ്പെടുക എന്ന്. ആ എന്താ അഖല്ലുൽ ജമ്മിന്റെ മേൽ ചുമത്തുന്നത്? അന്നഹുൽ മുഹഖഖു, അതല്ലേ തഹഖീഖ് ഉണ്ടാവും. കുറെ പറയുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ തഹഖീഖായത് അതല്ലേ, ആ നിലക്ക് നോക്കിയിട്ടാണ് അഖല്ലുൽ ജമ്മിന്റെ മേൽ ചുമത്തുന്നത്. അതാണ് അസഖ് എങ്കിൽ. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അസഖിന്റെ മുഖാബില ഇന്നഹു ആമുൻ, മുസ്ബത്തിൽ നിക്കറയാക്കപ്പെട്ട ജമ്മു വന്നാൽ അത് ആമ് തന്നെയാണ്. നഖീല, അങ്ങനെ കീല ആമാണെന്ന് പറയാൻ ന്യായം. അന്നഹു, നിശ്ചയമായിട്ടും ഈ ജംഅ് കമാ യസ്ദുഖു, അത് സാദിഖാകുമല്ലോ. ബിമാ ദുക്കിറ, പറയപ്പെട്ടത് കൊണ്ട് സാദിഖാകുമല്ലോ. ഇവിടെ ഇപ്പം നമ്മൾ പറയപ്പെട്ടത് എന്താ? ആ പറയപ്പെട്ടത് കൊണ്ടും സാദിഖാവും. എന്ത്? സലാസത്തുസ്നൈനി എന്നതിന്റെ മേൽ സാദിഖാകുമല്ലോ. അങ്ങനെ സാദിഖാവുന്നത് പോലെ, അഥവാ അഖല്ലുൽ ജമ്മിന്റെ മേൽ സാദിഖാവുന്നത് പോലെ യസ്ദുഖു ബി ജമീഇൽ അഫ്റാദി, ആ പറയുന്ന ജമ്മ് അതിലുള്ള എല്ലാ അഫ്റാദുകളെ കൊണ്ടും സാദിഖാകും. ഇവിടെ അഖല്ലുൽ ജമ്മ് കൊണ്ട് സാദിഖാകുമെങ്കിൽ അതിന്റെ എല്ലാ അഫ്റാദുകളെ കൊണ്ട് സാദിഖാവുമല്ലോ. പിന്നെന്താ പ്രശ്നം? വബിമാ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിലുള്ളത് കൊണ്ടും സാദിഖാവും. ഏതാണ്? എല്ലാ അഫ്റാദുകളും അതുപോലെ തന്നെ ജമ്മും, അത് രണ്ടിന്റെയും കൂടി ഇടയിലുള്ള ഒന്ന്. അപ്പൊ അതുകൊണ്ടും സാദിഖാകുന്നുണ്ട്, അഫ്റാദുൽ ജമീ മുഴുവൻ കൊണ്ടും സാദിഖാകുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇത് എന്തായിക്കൂടെ, ആമായിക്കൂടെ എന്ന ചോദ്യം തീരാ. അങ്ങനെ വരുമ്പോ ഫയുഹ്മലു, അപ്പോ ചുമത്തപ്പെടും ഈ ആമിനെ അലാ ജമീൽ അഫ്റാദ്, എല്ലാ അഫ്റാദിന്റെ മേലും ചുമത്താം. അപ്പോൾ അത് ആമായി.
വയുസ്തദിന മിൻഹു, എല്ലാ അഫ്രാദിനെ ചുമത്തുമ്പോൾ ആമാവൂലേ? ആമാകുമ്പോൾ അതിന് ഇസ്തദിനെ എവിടാനും പറ്റും. ആമുണ്ടാകുമ്പോൾ അതിന് ഇസ്തദിന ചെയ്യാം. അത് അഹ്ദൻ. അങ്ങനെ എല്ലാ അഫ്രാദിന്റെ മേലും ചുമത്തുക എന്ന് പറഞ്ഞത് അഹ്ദം ബിൽ അഹ്വത്തി, ഏറ്റവും ദുഷ്കമായതുകൊണ്ട് പിടിച്ചതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദുഷ്കം അങ്ങനെ ചെയ്യേണ്ടത്. ആ നിലക്ക് നോക്കുമ്പോൾ അതിന് നിബന്ധന എന്താ? മാനം ജംനൊരു മാനുവൻ, അങ്ങനെ ഒരു അപരാധുകളെ മുഴുവത്തിന്റെ മേലും ചുമത്താൻ തടസ്സമുള്ളൊന്നും തടഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കാലത്തോളം വല്ല തടസ്സവും അങ്ങനെ ജമീൻ അപരാധിന് ചുമത്താമുണ്ടെങ്കിൽ പറ്റൂല. അതില്ലാത്ത കാലത്തോളം അഹവത്ത് കൊണ്ട് പിടിച്ചതിന് വേണ്ടി എല്ലാ അപരാധിന്റെ മേലും ഇസ്ബാത്തിന്റെ ബാക്കിൽ വന്നതായ മുനക്കറായ ജമിനെ ചുമത്താം. അതിന് ഇസ്ത ചെയ്യാനും പറ്റും. അപ്പോ തടസ്സം ഒന്നുമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണം ഞാൻ പുരുഷന്മാരെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ അഫ്രാദിനും ഉൾപ്പെടുത്താൻ വകുപ്പില്ല ഈ റിജാലിന്. എന്താ കാരണം? എല്ലാ അഫ്രാദിനും ഈ കണ്ട ആൾ കണ്ടു എന്നല്ലേ വരൂലല്ലോ, ബാധല്ലേ വരുള്ളൂ. അപ്പൊ പിന്നെ ആമാകാൻ വകുപ്പില്ല. അപ്പൊ അവിടെ എല്ലാ അഫ്രാദിന്റെ മേൽ ചുമത്തുക എന്നുള്ള മാന്യം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇല്ലാത്ത കാലത്തോന്നാണ്. അപ്പൊ ഇവിടെ എല്ലാ അഫ്രാദിന്റെ മേലിലും ചുമത്തുക എന്നുള്ള ഈ ഒരു റിജാൽ എന്ന് പറയുന്ന നെക്കറയാകപ്പെട്ട ഇസ്മിനെ ചുമത്താൻ ജമ്മിനെ ചുമത്താൻ തടസ്സമുള്ളത് കൊണ്ട് അപ്പൊ എന്ത് ചെയ്യും? അല അക്കലിൽ ജംഇ. അപ്പൊ പിന്നോട് എന്ത് ചെയ്യണം? അക്കലുൽ ജമ്മിന്റെ മേൽ ചുമത്തും. അപ്പൊ തടസ്സമുണ്ടെങ്കിൽ അക്കൽ ജമ്മിന്റെ മേലില് അവിടെ തടസ്സം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോ പിന്നെ അവിടെ ആമാക്കാൻ കഴിയൂല. അക്കലുൽ ജമ്മിന്റെ മേൽ കത്തേൻ അവിടെ തർക്കം ആർക്കുമല്ല. മാനി ഉണ്ടായത് കൊണ്ട് ആമാക്കാൻ പറ്റൂല എന്ന മാനി വന്നത് കൊണ്ട് അക്കലുൽ ജമ്മിന്റെ മേൽ ചുമത്തും. ഇതൊന്നും ഇല്ലെങ്കിലേ എന്താക്കാൻ പറ്റൂ? ആമാണോ അല്ലെങ്കിൽ തർക്കമുള്ളൂ. അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ മുസ്ബത്തിൽ നിക്കറയാക്കപ്പെട്ട ജമ്മായി വന്നതിനെ കുറിച്ച് ആമാണ് അല്ല എന്ന് പറയുന്നു. ഇനി വേറെ അസഹാകുന്നത് അന്നകല്ല മുസമ്മൽ ജംഇ, ജംഇന്റെ മുസമ്മ ചുരുങ്ങിയത്. ജംആണ് ആ ജമ്മിന്റെ മുസമ്മ എന്ന് പറയുമ്പോൾ ഒരർത്ഥം. ആ മുസമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ജമ്മ ഏതുപോലെയൊക്കെ റിജാലി മുസ്ലിമീന. റിജാല് ജമ്മാണ് റജുലിന്റെ, മുസ്ലിമിന്റെ ജമ്മാണ്. ഇങ്ങനെ വരുന്ന ഈ രണ്ട് ജമ്മ് കാണിച്ചു. ഈ രണ്ട് ജമ്മിനൊരു മുസമ്മയുണ്ട്. ഈ മുസമ്മയിൽ ചുരുങ്ങിയത് സലാസത്തുൻ മൂന്നാണ് എന്നാണ്. ലഫ്നാനി രണ്ടല്ല. അപ്പൊ ഒരു ജമ്മ് വരുമ്പോൾ ആ ജമ്മിന്റെ മുസമ്മ വരുക ചുരുങ്ങിയത് എന്താ? മൂന്നാവണം, രണ്ടല്ല. ഓഹുവ ഈ രണ്ടാണ് എന്നുള്ളത് അൽ ഖൗൽ ആഖറു, അത് മറ്റൊരു ഖൗലാകുന്നു. അപ്പൊ അസ്വഹായ അഭിപ്രായ പ്രകാരം ജമ്മിന്റെ അഖലുൽ മുസമ്മ സലാസത്തുൻ, അപ്പൊ ചുരുങ്ങിയത് ഒരു മൂന്നെണ്ണ ഉണ്ടാവും മുസമ്മ. അഖ്വാദില്ലത്തിഹി അല്ല അഖലു ജമ്മി ഇസ്നാനിയാണ് ഖൗൽ എന്ന് പറയുമ്പോൾ അതിന്റെ ദലീൽ വെച്ച് ഏറ്റവും ശക്തമായ ദലീല് അതേതാ? ഇൻദ തൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. എന്താണ് ഇപ്പൊ ദലീൽ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യുകയാണ് എങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കും. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യാൻ കാരണം എന്താണ്? നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം ചാഞ്ഞുപോയി. എവിടേക്ക്? അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹ് അനുവദിച്ചു കൊടുത്തതല്ലേ അടിമസ്ത്രീയാവുന്ന മാരിയത്തുൽ ഖിബ്തിയ. ആ മാരിയത്തുൽ ഖിബ്തിയ ഹറാമാക്കണം എന്നതിലേക്കാണ് ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവിയുടെ ഹൃദയം ചാഞ്ഞുപോയത്. അത് തെറ്റാണ്. അള്ളാഹ് അനുവദിച്ചു കൊടുത്തതിനെ നിഷിദ്ധമാക്കലിലേക്ക് ചായതിൽ ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അഖലുൽ ജംഇ ഇസ്നാനി നിലയ്ക്ക് തെളിവ് എന്താന്നാ പറയാൻ പോകുന്നത്. പറയാം. തഫ്സീർ ഉമാന്ന് പറഞ്ഞ തഫ്സീർ എന്താ? ആയിഷത്തു ഹഫ്സത്തു, അതാണ് തഫ്സീർ. ഈ കുമാര് ലമീറാന്റെ അവകാശികളാര്? ആയിഷ ബീവി ഹഫ്സ ബീവിയുമാണ്. ലൈസ ലഹുമാ, എത്തരത്തിൽ ആയിഷ ബീവി ഹഫ്സ ബീവി തസ്നിയാണല്ലോ. ഇവ രണ്ടുപേർക്കും ഇല്ലല്ലോ ഇല്ലാ കൽബാനി, രണ്ട് കൽബല്ലാതല്ലോ. രണ്ട് കൽബല്ലുള്ളൂ. ആയിഷ ബീവിക്കും ഒരു കൽബ്, ഹഫ്സ ബീവിക്കും ഒരു കൽബ്. ഇങ്ങനെ രണ്ടാൾക്കും കൂടുമ്പോ ഈ ഓരോ കൽബല്ലുള്ളൂ. അപ്പൊ രണ്ട് കൽബല്ലുള്ളൂ. അപ്പൊ ഇവിടെ അള്ള പറഞ്ഞതോ അല്ല നബി ഹദീസ് പറഞ്ഞത് സഅത്തു ഖുലൂബുകുമാ എന്നല്ലേ.
ഇവിടെ കൽബാക്കുമ എന്ന് പറഞ്ഞിട്ട് കുലൂബുക്കുമ എന്നല്ലേ പറഞ്ഞത്? അവിടെ കുലൂബിന്റെ ജമ്മല്ലേ? ആ ജമ്മ ഇവിടെ അക്കലിൽ ഇസ്നായിക്ക് തെളിവല്ലേ? അതാണ് ഇസ്നായിക്കാർക്കുള്ള ലക്ഷ്യം. കാരണം ആയിഷ ബീവിയിലേക്കും ഹഫ്സ ബീവിയിലേക്കുമാണ് കുമ്മ എന്നുള്ള ലമീർ മടങ്ങുന്നത്. ആ ലമീറിലേക്ക് ഇല്ലാപത്തിൽപ്പെട്ട മുലാഫായിസ്മ ഏതാണ്? കുലൂബ് എന്ന് പറയുന്ന ജമ്മാണ്. ആ കുലൂബ് എന്ന് പറയുന്ന ജമ്മാകുമ്പോൾ ആ ജമ്മിന്റെ മുസമ്മ അക്കൽ ഇസ്നായി തന്നെയല്ലേ? കാരണം കുലൂബ് കൽബുകൾ എന്ന് പറയുമ്പോൾ 2 കൽബുകളുടെ ഉദ്ദേശമുള്ളൂ. അതാണ് ഇസ്നാനിക്ക് തെളിവെങ്കിൽ. അല്ല അക്കലു ജമ്മ് 3 എന്ന് പറയുമ്പോൾ 3 കാര്യം മറുപടി പറയണം. മുജീബാദിന് മറുപടി നൽകപ്പെട്ടിട്ടുണ്ട്. ബി അന്നദാലിക്ക നിശ്ചയമായിട്ടും അതും വനഹവഹു അതുപോലത്തതൊക്കെ നിങ്ങൾ പറഞ്ഞു ശരി എന്നെ സമ്മതിച്ചാലും പക്ഷെ അത് ഹഖീഖത്തല്ല മജാസാണ്. മജാസ് പ്രയോഗം നടത്തിയതാണ് കുലൂബുക്കുമ എന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ മജാസ് നടത്തുന്നത്? അത് മറ്റൊന്നിനുമല്ല ലി തബാദുരിസാഇദി. അപ്പോ യഥാർത്ഥത്തിൽ അവിടെ എന്താണെന്നറിയാമോ? സലാസത്തുള്ളത്. പിന്നെ അക്കല്ലെന്താണ് വന്നത്? മജാസാണ്. ലി തബാദുരി. അപ്പൊ ഇവിടെ സലാസത്ത് തന്നെയാണ് എനിക്ക് തെളിവ് പറയാം. സായിദ ഉളരി വന്നു അല്ല ഇസ്നേനി 2നേക്കാൾ കൂടുതലാവുക എന്നതാണല്ലോ മനസ്സിലേക്ക് വേണ്ടി തബാദുറാവുക. അപ്പൊ പിന്നെ അക്കല്ലൊരു ജമ്മ എന്താകും? 3 കിട്ടും. അതുകൊണ്ടാണ് ദൂരവുമാ. ഇപ്പൊ റിജാല് മുസ്ലിമീന കുലൂബ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടെ എത്തുക 2 അല്ല, 2നെ കൂടാതെയായ നിലയിൽ 2നേക്കാൾ കൂടുതൽ എത്ര വരുന്നു അതാണ്. ആ കൂടുതൽ 1 കൂട്ടുമ്പോൾ അപ്പൊ അക്കല്ലു ജമ്മ 3 ആയിക്കൂടെ? അതാണ് അവിടെ ഓടി വരിക. എവിടേക്ക്? ഇല ദിഹിനി, ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് തലാസത്ത് തന്നെയാണ്. പിന്നെ വദ്ദാഇ ഇലൽ മജാസി ഫിൽ ആയത്തി, ആയത്താണല്ലോ ഏത്? ഇൻ തൂബ ഇലല്ലാഹി ഫഖദ് സഅദ് ഖുലൂബുകും എന്ന ആയത്താ. അപ്പൊ ഈ ആയത്തിൽ മജാസ് പ്രയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ 2നേക്കാൾ കൂടുതലുള്ളതാണ് ഹൃദയത്തിലേക്ക് ഓടിയെത്തുക. അങ്ങനെ ഉള്ളത് ഇവിടെ മജാസ് ഉപയോഗിച്ചു. അതിലേക്കുള്ള പ്രേരിപ്പിച്ച വസ്തു അത് കറാഹത്തുൽ ജമ്മി ബൈന തസ്നിയതൈനി, തസ്നിയായിരിക്കുന്ന 2 ഇടയിൽ ഒരുമിച്ച് കൂട്ടൽ കറാഹത്താവുക എന്നതാണ്. എന്തില്? ഫിൽ മുലാഫി, മുലാഫിൽ തസ്നിയാക്കുക എന്നതിന്റെ ഇടയിലും വ മുതളമ്മിനിഹി, മുലാഫ് തളമീ നടത്തുക എന്നതിന്റെ ഇടയിലും. മുലാഫ് എന്ത് ചെയ്യാ? പിന്നെ തളമീ നടത്തുക. അപ്പൊ ഇവിടെ ആയിഷ ഹഫ്സ റളിയല്ലാഹു അൻഹുമ അവരിലേക്ക് മടങ്ങുന്ന ലമീർ അല്ലേ പിന്നെ കുമാന്നുള്ള ലമീറും അത് മുലാഫിലേഹിയാണ്. ആ ലമീർ നടത്തുന്നത് പിന്നെ മുലാഫാവുന്ന കുലൂബ് എന്നതിന് മേൽ മുഹത്തമാണ്, അതായത് ചുറ്റിയതാണ്. അതാണ് മുഹത്തമാണ്. അപ്പൊ ഇവിടെ ജുസ്ഇന്റെ മേൽ കുല്ല് ചുറ്റി എന്ന് പറയാം. അങ്ങനെ കൊണ്ട് കുലൂബ് എന്ന് പറയുമ്പോൾ കുല്ലാണ്. അവിടെ കുമാന്നില്ല തെസിനയിലേക്ക് ഇലാവത്ത് ചെയ്യുമ്പോൾ കുലൂബ് എന്ന് പറയുന്ന മുലാഫ് ഇലേഹിയുടെ മേൽ ചുറ്റി നിൽക്കുന്ന മുലാഫ് ഇവിടെ കുലൂബ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കുല്ലുള്ളത്. പക്ഷെ കുല്ലിലേക്ക് വരുന്ന സംഗതിയെ ജുസുവിനിൽ പറഞ്ഞത് മാത്രം. അതാണ് ഇവിടെ പറഞ്ഞത്. മുലാഫാകുന്ന പിന്നെ കുലൂബിൽ അതോടൊപ്പം തന്നെ അതിന്റെ തെളിമീൻ ചെയ്യുന്നതിലും തെസിനിയാക്കുക. അപ്പോ കുമ എന്നതും കുലൂബാനി എന്നുള്ളടത്ത് കൽബ എന്ന് തെസിനിയാക്കുക. അത് 2 ജമ്മ് ചെയ്യൽ കറാഹത്തുണ്ട്. അപ്പൊ ജമ്മ് ചെയ്യൽ കറാഹത്തായതുകൊണ്ട്, ഒരുമിച്ച് കൂട്ടൽ കറാഹത്തായതുകൊണ്ട് കുമാന്നില്ലതിനെ തെസിനിയാക്കുകയും കുലൂബ് എന്നതിനെ ജമ്മുമാക്കിയിട്ട് അവിടെ മജാജാക്കാൻ ഉപയോഗിച്ചു. ഓഹുമ യഥാർത്ഥത്തിൽ അത് 2ഉം കശൈഇൽ വാഹിദി, ഒരു വസ്തു പോലെ തന്നെയല്ലേ. അതായത് തെസിനിയ, കുമ എന്നുള്ളത് തെസിനിയാണ്. ആ തെസിനിയ ഏറ്റെടുത്ത മുലാഫും തെസിനിയാണ്. അപ്പൊ മുലാഫും മുലാഫിലും ഏകദേശം 2ഉം ഒന്നായി വന്നില്ലേ. ഇനി എന്താ അവിടെ പറയാനുള്ളത്? 2ഉം ഒന്ന് തന്നെയാണല്ലോ. 2ഉം പോകുന്നത് ആയിഷ ബീവിയിലേക്കും ഹഫ്സ ബീവിയിലേക്കും. അവർ 2 പേർക്കുമുള്ള ഹൃദയം ഓരോരുത്തർക്കും ഒന്ന് തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ അക്കറുൽ ജമ്മി ഇസ്നാനിക്ക് തെളിവല്ല, അവിടെ മജാദാണ് ഉപയോഗിച്ച് എന്നതിലേക്കാണ് പറയാനുള്ളത്. എന്നാൽ ഇതിനെതിരായിട്ട് കാരണം എന്താ? അവിടെ അബുദ എന്ന് പറയുന്ന തെസിനെ കുമ എന്ന് പറയുന്ന തെസിലേക്ക് ഇളാവത്ത് ചെയ്യുമ്പോൾ 2ഉം 2 തന്നെയാണ്. അവിടെ 2ഉം മുലാഫും മുലാഫിലേഹിയും. അപ്പൊ മുലാഫ് തെളിമീൻ ചെയ്ത് 2ഉം 2ആണ്. കാരണം
അബുദ എന്ന് പറയുമ്പോൾ രണ്ടാൾ അടിമയാണ്. ഒരാൾ അടിമയല്ലല്ലോ. കുമ്മാന്ന് 2 മാലിക്കല്ലേ ഉള്ളത്. 2 മാലിക്കയില് ഓരോരുത്തർക്കും ഓരോ വിൽക്കല്ലേ ഉണ്ടാകുള്ളൂ. അത് രണ്ടും 2ആണ്. അതേ സമയത്ത് ഈ പറഞ്ഞോടത്ത് ആയത്തിൽ പറഞ്ഞോടത്ത് അങ്ങനെയല്ല. മുലാഫും മുലാഫിലും തമ്മിൽ രണ്ടും അങ്ങോട്ടും കൂട്ടിയും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതാണ് മാറ്റം. അപ്പൊ അവിടെ മജാസ് ഉപയോഗിച്ചത് പറയാനുള്ളൂ. അപ്പൊ അക്കലുൽ ജമ്മ് സലാസത്ത് തന്നെയാണ്. വയംബനി അലൽ ഖിലാഫ്, ഇവിടെ ഖിലാഫ് ഒന്നല്ല. അപ്പൊ ഈ ഖിലാഫ് പറഞ്ഞിന്മേൽ അതിന്മേൽ പിറവി സംഭവിക്കും. ഒരു മസ്അല പിറവി വരും. ഏതാണ് ആ മസ്അല? ഒന്ന് ലൗ അഖറ, അവൻ ഉറപ്പിച്ചു സമ്മതിച്ചു, അല്ലെങ്കിൽ ഔ ഔസ, അവൻ വസിയത്ത് ചെയ്തു. എന്തുകൊണ്ട്? ബിദറാഹിമ, ദിർഹമുകളെ കൊണ്ട്. ആർക്കേരി? സെയ്ദിന് ഞാൻ ദിർഹം കൊടുക്കാനുണ്ടെന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ അവൻ പറയാണ് സെയ്ദിന് ദിർഹം കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്തു. ഈ പറഞ്ഞത് ഇവിടെയുള്ള അഭിപ്രായത്തിന്റെ മേൽ എന്താവും? നടക്കും. അക്കറുൽ ജമ്മ് ഇസ്നാനി ആണെങ്കിൽ അങ്ങനെ വരും. അക്കറുൽ ജമ്മ് സലാസത്താണെങ്കിൽ അങ്ങനെയും വരും. ഇവിടെ ഖിലാഫ് വരും. എന്നാൽ വൽ അസഖു, ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അസഖ് പറയാനുള്ളത്, ഖിലാഫ് ഉണ്ട് ഇവിടെ. എന്നാൽ അസഖ് അന്നവും നിശ്ചയമായിട്ടും ഈ ദറാഹിം എന്ന് പറയുന്നത് ഈ ജമ്മ്. നമ്മുടെ ചർച്ച ജമ്മിന്റെ മുസമ്മയാണല്ലോ. അപ്പൊ ദറാഹിം എന്ന് പറയുന്ന ജമ്മാണ്. ആ ജമ്മിന്റെ മുസമ്മ യസ്തഹിഖു സലാസത്തൻ, 3 ദിർഹമിനെ ഉടമയാക്കും. അപ്പോളെ ദറാഹിം എന്ന് പറയുള്ളൂ എന്നല്ല. അല്ല 2 ദിർഹമിനെ ഉടമയാക്കുള്ളൂ എന്ന് തീരുണ്ടാവും. ലാക്കിൻ, ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും മാ മസ്സരു ബിഹി, ഇവിടെ ദറാഹിമ എന്നെടുത്തുകൊണ്ട് ഉസൂലിയാക്കൾ ഉദാഹരണം കാണിച്ചു. ഈ കാണിച്ച ഒന്ന് മിൻക് ജമ്മിൽ കെസുറത്തി, അതെന്തിനാലും അവിടെ ഉദാഹരണം കാണിച്ച് കെസുറത്തിന്റെ ജമ്മാണ്. ദറാഹിമ എന്നുള്ള കെസുറത്തിന്റെ ജമ്മല്ലേ, അതെടുത്ത് കാണിച്ച് ഈ ഒന്ന് വാസ്തവത്തിൽ മുഖായിഫുൻ, ഇത് എതിരാകുന്നതാണ് ഈ ഉദാഹരണം. എന്തിനോട്? ലി ഇത്തിബാഖിൻ നുഹാത്തി, ഉസൂലിയാക്കളല്ലാത്ത നഹവിയാക്കളുടെ യോജിപ്പിനോട്. ഓലെ എവിടെ എല്ലാവരും ഒത്തുസമ്മതിച്ചത്? അലാ അന്ന അകല്ലഹു, ജംഇന്റെ മുസമ്മയിൽ അകല്ല അഹദ അശറ, 11 എന്നതാണ്. 11 എന്നതിന്റെ മേലിലാണ് നഹവിയാക്കൾ എല്ലാവരും യോജിച്ചിട്ടുള്ളത്. ആ യോജിപ്പിന് എതിരാണ് ഇവിടെ കെസുറത്തിന്റെ ജമ്മു കൊണ്ടുവന്ന ദറാഹിം എന്നൊരു ഉദാഹരണം കാണിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നഹവിയാക്കൾ യോജിച്ചതിന് എതിരാണ് ഇവിടെ കാണിച്ച ഉദാഹരണം എന്നതുകൊണ്ട്, ഫലിദാലിക്ക, അക്കാരണമായതുകൊണ്ടല്ലേ ഖാലൽ മുസന്നിഫു, മുസന്നിഫ് അവറുകൾ പറഞ്ഞു സറഹുൽ മുഖ്തസറില്. എന്തിനെ പറഞ്ഞു? അൽ ഖിലാഫു ഖിലാഫ് ഫി ജംഇൽ ഖില്ലത്തി, ഖില്ലത്തിന്റെ ജമ്മിലുള്ള ഖിലാഫിനെ പറഞ്ഞു. അപ്പൊ ഖില്ലത്തിന്റെ ജമ്മാകുന്നതിൽ വരുന്ന ഖിലാഫാണ് ഇവിടെ മുസന്നിഫ് സറഹുൽ മുഖ്തസറിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാധാരണയിൽ വ്യാപകമായിട്ടുള്ളത് ഇത്ലാഖു ദറാഹിമ എന്നതിനെ പറയലാണ്. അലാ സലാസത്തിൻ, 3 മേലെ പറയലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഉസൂലിയാക്കൾ കാണിച്ച ഉദാഹരണം കെസുറത്തിന്റെ ജമ്മാണ്. കെസുറത്തിന്റെ ജമ്മാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ഈ ഉദാഹരണം അഹദാസറ എന്നതാണ് അഖലുൽ ജമ്മ് എന്ന് നഹവിയാക്കൾ ഇത്തിബാഖ് ചെയ്ത് യോജിപ്പിച്ചു. അതിനോട് എതിരാവുകയും ചെയ്തു. അത് മാനിച്ചുകൊണ്ടാണ് മുസന്നിഫ് ശറഹുൽ മുഖ്തസറിൽ പറഞ്ഞത് ഖില്ലത്തിന്റെ ജമ്മിലുള്ള ഖിലാഫിനെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഖില്ലത്തിന്റെ ജമ്മ് ആണ് ഇവിടെ ഖിലാഫ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ വ്യാപകമായതാണ് 3 ദിർഹമിന്റെ മേൽ ദറാഹിം എന്ന് പറയുക എന്ന് വ്യാപകമായതാണ് സാധാരണഗതിയിൽ. അതാണ് ഇവിടെ മുസന്നിഫ് ഖില്ലത്തിന്റെ ജമ്മിലുള്ള ഖിലാഫിനെ പറഞ്ഞത്. ഏതുപോലെ കമാ ഖാല സഫിയുൽ ഹിന്ദി പറഞ്ഞതുപോലെ എന്ത്? അൽ ഖിലാഫു ഫി ഉമൂമിൽ ജംഇ അൽ മുനക്കരി ഫി ജംഇൽ കസ്റത്തി, നെക്കറയാക്കപ്പെട്ട ജമ്മിന്റെ ഉമൂമിലുള്ള ഖിലാഫ് എവിടെയാണ്? കസ്റത്തിലുള്ള ജമ്മിലാണ് എന്ന് സഫിയുൽ ഹിന്ദി ഖിലാഫ് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഖില്ലത്തുൽ ജമ്മിലാണ് ഖിലാഫ് എന്ന് മുസന്നിഫും പറഞ്ഞു. ഇങ്ങനെ രണ്ടും 2 വഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അഖല്ലു മുസമ്മൽ ജമ്മിലും ഉള്ള ഖിലാഫ് ആണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ ഖില്ലത്തുൽ ജമ്മിൽ ഖിലാഫ് വിശദീകരിച്ചു. ഇനി നമുക്ക് പറയാനുള്ള അസഹ് എന്താ? വൽ അസഹു, അസഹാകുന്നത്
അന്നഹു നിശ്ചയമായിട്ടും ഈ ജമ്മിനെ ക്രിയാക്കപ്പെട്ട ജമ്മ് അന്നൽ ജമ്മാകുന്നത് യസ്ദഖു അത് സാദിഖാകും അനൽ വാഹിദി ഒന്നിന്റെ മേലും സാദിഖാകും ഈ ജമ്മ്. ആ സാദിഖാവിൽ ഹഖീഖത്ത് നിലക്കല്ല മജാസൻ മജാസായിട്ട്. ഹഖീഖത്ത് നിലക്ക് നോക്കുമ്പോൾ ഒന്നിന് പറയുന്നതല്ല ജമ്മ്. അഭിപ്രായം മാനിച്ചു നോക്കിയാൽ ചുരുങ്ങിയത് 3 വേണം, അല്ലെങ്കിൽ എന്ത് വേണം, 2 വേണം. ഒന്നിന്റെ മേൽ എന്തായാലും ജമ്മ് സാദിഖാവില്ല. എന്നാൽ അസഖ് പറയുന്നത് ഒന്നിന്റെ മേലിലും ജമ്മ് സാദിഖാകും, അത് മജാസായിട്ട് പറ്റും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഈ ജമ്മിനെ മജാസിൽ അങ്ങനെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ ആ ഉപയോഗത്തിന് മനസ്സിലാക്കുമ്പോൾ മജാസായിട്ട് പറ്റുമെന്നല്ലേ. ഉദാഹരണം പറയാം. നൗ ഖൗലിർ റജുലി, എന്താ ശാരി ഉദാഹരണം പറയുന്നത്? ഒരാൾ പറയും പോലെ ആരോട്? ലിംറാത്തി, തന്റെ മണവാട്ടിയോട്. എങ്ങനത്തെ മണവാട്ടി? വഖദ് ബറസത്ത്, അവൾ ആകെ വെളിപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? ലിറജുലിൻ, അന്യൊരു പുരുഷന്. അപ്പോ മറ്റൊരു പുരുഷന് വെളിപ്പെട്ട് നിന്നതായ തന്റെ ഭാര്യ, ആ തന്റെ ഭാര്യയോട് ഇതാ ഇയാൾ പറയുന്നു എന്ത്? നിങ്ങള് പുരുഷന്മാർക്കൊക്കെ വെളിപ്പെടുകയാണോ? അഴകൊക്കെ വെളിവാക്കി പുറപ്പെടലാണല്ലോ, അങ്ങനെ ചെയ്യുകയാണോ എന്ന്. ഇവിടെ വാസ്തവത്തിൽ പറയുന്നത് ഒരു വ്യക്തി അല്ല, ഭാര്യ ഒന്നേ ഉള്ളൂ. ഒരു പെണ്ണിനോടാ പറയുന്നത്. ഈ പെണ്ണ് വെളിപ്പെട്ടതോ ഒരു പുരുഷനോടാണ്. ഇവിടെ ഒരാളുടെ മേൽ സാദിഖാക്കിക്കൊണ്ടല്ലേ ആ തതബറജീന ലിറിജാലിൻ ജമ്മാക്കി പറഞ്ഞത്. അപ്പൊ പെണ്ണിനെ ജമ്മാക്കി, അവിടെ ഒരാളിനെ ജമ്മാക്കി. ഇത് രണ്ടും ജമ്മാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വാസ്തവത്തിലൂടെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ ജമ്മിനെ ഒന്നിന്റെ മേൽ സാദിഖായത് എന്തുകൊണ്ടാണ്? മജാസായിട്ടല്ലേ. കാരണം അങ്ങനെ മജാസും ഹഖീഖത്തുമായി ഉപയോഗിക്കുമ്പോൾ ബന്ധം വേണം. എന്താ താല്ലുക്ക്? ലിസ്തിവായിൽ വാഹിദി വൽ ജമ്മി. ഇവിടെ ഒരാൾ എന്ന് പറയുന്ന ഒരു മുഫറദായാലും ബഹു ആളുകൾ കൂടിയാലും സമമാണ്. എന്ത് വിഷയത്തിൽ? ഫീ കറാഹത്തി തബറുജി ലഹു, ആ ഒരു പുരുഷന് ആ ഒരു പെണ്ണ് വെളിപ്പെടുക എന്നൊരു വിഷയത്തിൽ അത് കുറേ ആൾക്കാർക്ക് വെളിപ്പെടുന്നതും ഒരാൾക്ക് വെളിപ്പെടുക എന്ന് പറയുന്ന വിഷയത്തിലും സമമല്ലേ ആണല്ലോ. ആ നിലക്ക് നോക്കിയിട്ട് മജാസും ഹഖീഖത്തും തമ്മിൽ തഅല്ലുഖുണ്ടായി. അപ്പോ മുഫറദിന് ജമ്മിന് ഉപയോഗിക്കാന്ന് മനസ്സിലായാലും മജാസായിട്ട് എന്ന്. ഓക്കെ, അസഖാണ് പറ്റുമെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും അതിൻ്റെ ഇതിൽ അഭിപ്രായമുണ്ടല്ലോ. ഷാരി പറയുന്നു, വക്കീല പറയുന്നു ലാ യസ്ദുഖു അലൈഹി, നടക്കൂല. ഒരാൾക്ക് ജമ്മ് ഉപയോഗിക്കാതിൽ സാദിഖാവൂല. അത് സാദിഖാവും മജാസായിട്ടെന്ന് പറഞ്ഞ് ഇസ്തിമാല ദലീൽ പറഞ്ഞത്. എന്നാൽ ഈ ഖീല പറയുന്നതോ വലൻ യുസ്തഅമൽ ഫീഹി, അങ്ങനെ ഒരാളിലായിട്ട് ജമ്മിന് ഉപയോഗിക്കപ്പെട്ടിട്ടുമില്ല. ഇസ്തിമാലാണ് ഇല്ലത്തെങ്കിൽ ഇസ്തിമാൽ ഇല്ല എന്ന ഖീല പറയുന്നത്. അപ്പൊ പിന്നെ ജമ്മ വന്നതോ എന്നാ. വൽ ജമ്മു ഫീ ഹാദൽ മിസാലി, ഇങ്ങനെ ഉദാഹരണം വരാറുമുണ്ട്. ഈ ഉദാഹരണത്തിൽ ജമ്മുമുണ്ട്. അത് ഖീലയും അംഗീകരിക്കും. പക്ഷെ ഖീല അംഗീകരിക്കാത്തത് അസഖിന്റെ ഖൗലും അംഗീകരിക്കുന്നില്ല, അസഖിന് സാരിക കൊടുത്ത ദലീൽ ഇല്ലത്തും അംഗീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ മിസാലിൽ വന്ന് ജമ്മ് പിന്നെ എന്ത് പറയാനുള്ളതാ? ജമ്മ് അലാ ബാബിക്ക്, അത് അതിന്റെ ബാബ് പോലെ തന്നെ വന്നതാ. അത് ജമ്മായിട്ട് തന്നെ വന്നിട്ടുന്നർത്ഥം. അത് വാഹിദിന്റെ മേലല്ല, ജമ്മായിട്ട് തന്നെയാണ് എന്നാ പറയുന്നത്. എന്താ ഖീല അങ്ങനെ ജമ്മായിട്ട് പറയാൻ കാരണം? അന്നമം ബറദത്തിൽ റജുലി, ഒരാൾക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന ആ പെണ്ണ് തബറസ, അവളെന്തായി വെളിപ്പെട്ടു. ലിഗൈരിഹി ബറസ യബ്റസു, അങ്ങനെയാണ്. അന്നമൻ ബറസത്തിൽ റജുലിൻ, ഒരാണിന് വെളിപ്പെട്ട ആ പെണ്ണ് തബറസു, അവൾ വെളിപ്പെടും. ലിഗൈരിഹി ആദത്തൻ, ഈ ഒരാളിനല്ലാതെ മറ്റൊരാളിന് എന്താകും? ആദത്തൻ നിലക്ക് വെളിപ്പെടും. അപ്പൊ പിന്നെന്തായി? ആ നിലക്കാ ജമ്മ് വരിക. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നിന്റെ മേലിൽ സാദിഖായിട്ട് മജായി ഉപയോഗിച്ച് ജമ്മില്ല. ഇസ്തിമാൽ ശരിയുമല്ല. ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഇന്നൊരാൾക്ക്, ഇനി നാളെ വേറൊരാൾക്ക്. ആ തിരക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒറ്റടിക്കല്ല. അപ്പൊ ജമ്മ വന്നത് അതിന്റെ ബാബിലാണ്. പെണ്ണിന്റെ വെളിപ്പെടുക എന്നുള്ളത് ഒരാളിനാണെങ്കിൽ വേറൊരാൾക്കാവാം എന്നാ ഇല്ലത്ത് പറയുന്നത്. ആ നിലക്ക് നോക്കുമ്പോ അപ്പൊ ഇവിടെ സലാസത്തോ ഇത്നീനി എന്ന നിലക്ക് തന്നെയാണ് ജമ്മ വന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി വല്ല അസഖ് പറയാനുള്ളത്
തഅമീമുൽ ആമീന, ആമിനെ ആമാക്കുക എന്ന് പറഞ്ഞാൽ ലഫ്ള് എന്നതില് വലു എന്നതിലേക്ക് അഥവാ ഒരു ആമിന് വെച്ചതാണ് ആ ലഫ്ള്. അതേ ലഫ്ള് ആം തന്നെയാണ്, പക്ഷെ ഇനി അത് ആമായിട്ട് അവശേഷിക്കുന്നില്ല തർക്കം. ആ ആമായി വലു എന്നൽക്ക് ലഫ്ള് ആമായിരിക്കും, അതേ ലഫ്ള് അതിന്റെ ഉമൂമിന്റെ മേലിൽ അവശേഷിപ്പിക്കോ ഇല്ലേ? അവശേഷിപ്പിക്കും എന്നാണ് തഅമീമുൽ ആമിന്റെ അർത്ഥം. അപ്പൊ ആ ആമിനെ ആമായിട്ട് തന്നെ കൂട്ടും എന്ന് പറഞ്ഞാൽ ആമിന്റെ മേൽ അവശേഷിപ്പിക്കും. ഏതർത്ഥപ്രകാരം? ബിമാന മദ്ഹി വദമ്മി, മദ്ഹ് ദമ്മ് എന്ന അർത്ഥപ്രകാരം. മദ്ഹിനും വരും, അത് ദമ്മിനും വരും. അങ്ങനെ മദ്ഹ് ദമ്മ് എന്ന അർത്ഥപ്രകാരം അതെന്താണ്? നിലക്ക് ആമായി വന്ന ആ ലഫ്ള് അതേ ആമിന്റെ മേൽ നിർത്തും. അതെങ്ങനെയാണ്? അതുബിയായി സീഖലി അഹദിഹിമ, മദ്ഹിനും ദമ്മിനും പറ്റും ആമെങ്കിൽ ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് കൊണ്ടുവരിക. ഏതെങ്കിലും ഒന്നിന് കൊണ്ടുവരൽ കൊണ്ടാണ് അത് മദ്ഹിനും പറ്റും ദമ്മിനും പറ്റും, രണ്ടും ഒപ്പല്ല. ഏതെങ്കിലും ഒന്നിന് കൊണ്ടുവരും, ആ കൊണ്ടുവരലോട് കൂടി തന്നെ ആമ് മദ്ഹിനും ദമ്മിനും പറ്റും. ആ അർത്ഥപ്രകാരം അത് ആമിനെ ഉമൂമിന്റെ മേൽ തന്നെ അവശേഷിപ്പിക്കാം. അതിന് നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? ഇദാലം യുആരിദുഹു ആമുൻ ആഖർ, ഈ ആമിനെ എതിർത്തുകൊണ്ട് വേറൊരു ആമ് വരാതിരിക്കണം. ഈ ആമിനെ മറ്റൊരു ആമ് എതിർക്കാതിരുന്നാലേ ഈ ആമിനെ അതിന്റെ ഉമൂമിന്റെ മേൽ അവശേഷിപ്പിക്കുകയുള്ളൂ. ലം യുസഖ് ലിദാലിക, എങ്ങനത്തെ ആമ്? അതിന് എന്ന് പറയാൻ മദ്ഹിനോ ദമ്മിനോ അതിനെ കൊണ്ടുവരപ്പെട്ടിട്ടില്ല. അപ്പൊ മദ്ഹ് ചെയ്യാനോ ദമ്മ് ചെയ്യാനോ വേണ്ടിയിട്ട് മറ്റൊരു ആമിനെ ഇതിന് കൊണ്ടുവരപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ആം ഇവിടെ എതിർക്കാതിരിക്കണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് എതിർത്താൽ ആമുണ്ടാവില്ല. കാരണം ആമിന്റെ മേൽ തന്നെ അവശേഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഉമൂമിന്റെ ബക്കാ ഉണ്ട് എന്നല്ലേ ഉള്ളത്. അങ്ങനെ ആമിനെ അതിന്റെ ഉമൂമിന്റെ മേൽ തന്നെ അവശേഷിപ്പിക്കും എന്ന് അസക്ക് പറയുമ്പോൾ എന്താ തെളിവ്? ഇല്ലത്ത്. കാരണം ഇത് മാ സീഖലോ, ഏതൊന്നിനു വേണ്ടിയിട്ടാണോ ആ ആമിനെ കൊണ്ടുവന്നത്, ഇനി മദ്ഹിനാവാം അല്ലെങ്കിൽ ദമ്മിനാവാം, ഏതെങ്കിലും ഒന്നിനാണ് ആ ആമിനെ കൊണ്ടുവരപ്പെട്ടത്. അങ്ങനത്തെ ഒന്ന് ലാ യുനാഫി, അത് എതിരാകൂലല്ലോ ഫീ തഅമീമിഹി, അതിനെ ആമാക്കുക എന്നതിന് എന്താ എതിരുള്ളത്? ഒരു എതിരില്ല. ദമ്മിനാണ് ആ ആമിനെ കൊണ്ടതെങ്കിൽ അതിലെ ആ ആമിനെ മദ്ഹ് എന്ന് പറയുന്നതിനോട് അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു ഉമൂമിനെ അവശേഷിപ്പിക്കുന്ന കാര്യത്തിൽ ദമ്മിനാണ് ആ ആമിനെ കൊണ്ടതെങ്കിൽ അതിനെതിരില്ല. മദ്ഹിനാണ് അതിനെ കൊണ്ടതെങ്കിൽ അങ്ങനെ തഅമീമാക്കുന്നതിനെതിരില്ല. ഫഇൻ ആറലഹുൽ ആമുൽ മദ്കൂറു, ഇനി ഇവിടെ പറയപ്പെട്ടതായിരിക്കുന്ന ആമ് ഇതിനെതിർത്താലോ, ഏതൊന്നിനു വേണ്ടിയിട്ടാണോ അതിനെ കൊണ്ടുവന്നു, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വേറൊരു ആമ് ഇവിടെ വരുന്നുണ്ട്. ആ ആമ് ഈ പറഞ്ഞ ആമിനോട് എതിർത്തു. അങ്ങനെ എതിർ ചെയ്യുകയാണ് എങ്കിൽ എന്നാ പിന്നെ ലം യുഅമ്മ ഫീമാ ഉരിള ഫീഹി, ഏതൊന്നിലാണോ എതിർക്കപ്പെട്ടതെങ്കിൽ ആ എതിർക്കപ്പെടുന്നതായ ഒന്നിൽ എന്തുണ്ടാകൂല? തഅമീം ഉണ്ടാകൂല. എന്തുകൊണ്ട്? ജംഅം ബൈനഹുമ, ആ ജമ്മിന്റെയും ഈ ജമ്മിന്റെയും തമ്മിൽ ജമ്മ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആമാക്കൂല എന്ന് പറഞ്ഞത്. കാരണം അതും ആമാക്കാം ഇതും ആമാക്കാൻ പറ്റൂല. ഇതൊരു ആമ് മറ്റൊരു ആമ്, അങ്ങനെ വരികയുള്ളൂ. അപ്പോൾ തഅമീം ഉണ്ടാകൂല. വഖീല, പറയപ്പെടുന്നുണ്ട് ലാ യുഅമ്മമു മുത്ലഖൻ, അസഖിന് മുഖയ്യദായിരുന്നു, മുത്ലഖൻ നൽക്ക് തഅമീമേ ഇല്ല ആമിന്. അപ്പോ ആരിലായാലും ഇല്ലെങ്കിലും മുആറളുണ്ടെങ്കിലും ഇല്ലെങ്കിലും തഅമീം എന്ന പരിപാടി ഇല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലം യുസഖ് ലിതഅമീമി, അതിനെ തഅമീമിന് വേണ്ടി കൊണ്ടുവന്നിട്ടേ ഇല്ലല്ലോ. കൊണ്ടുവന്നെങ്കിലല്ല തഅമീം ഉണ്ടാകുക, അതിന് വേണ്ടി കൊണ്ടുവന്നിട്ടെന്നല്ല എന്നാണ് നീലമായി. അത് രണ്ടാം കൗലാണെങ്കിൽ മൂന്നാം കൗൽ എന്ത് പറയുന്നു? വസാലിസുഹ, മൂന്നാമത്തെ കൗല് പറയുന്നത് യഉമ്മു മുത്ലഖൻ, ആമാക്കും, അവ തഅമീം ഉണ്ടാകും. മുത്ലഖൻ നൽക്ക് തഅമീമാണ്, മുആറളത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോ അസഖ് പ്രകാരം കൈതുണ്ട്, മൂന്നാം കൗല് പ്രകാരം കൗലില്ല തഅമീമാക്കാൻ. രണ്ടാം കൗല് പ്രകാരം തഅമീമില്ല, മുത്ലഖൻ നൽക്ക് അത് അങ്ങനെ പോകുന്നു. കവൈരിഹി,
ഇവിടെ ഈ ആമല്ലാത്ത മറ്റ് ഏതെല്ലാം ആമ് തൈമീമാക്കുമോ അതുപോലെ തന്നെ ഇത് മുത്തലഖ് എന്നൽക്ക് തൈമീമാക്കും എന്നാണ്. അപ്പൊ മൂന്നാമത്തെ ഖൗലി പ്രകാരം എന്ത് പറയേണ്ടി വരും നോക്കുക. മുആറള ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൈമീമാണെന്ന് പറഞ്ഞു. അപ്പോ മുആറള ഉണ്ടെങ്കിൽ എന്തായിരിക്കും മൂന്നാം ഖൗല് പറയാ? വയൻദുറു, മൂന്നാം ഖൗല് നോക്കും. ഇൻദൽ മുആറളത്തി, ഈ ആമും മറ്റേ ആമും തമ്മിൽ എതിരാകുന്ന സമയത്ത് നോക്കും. എവിടേക്ക് നോക്കും? ഇലൽ മുറജ്ജഹി, ഏതാണ് റാജിഹായത് അതിലേക്ക് നോക്കും. തെർജിയാക്കപ്പെട്ടത് ഏത്, മുറജ്ജിഹാരി ഏതോ അതിലേക്ക് നോക്കും. അപ്പൊ തെർജിയുള്ള എടുക്കും, അപ്പൊ മറ്റേ ആമിനെ തള്ളും. ഇങ്ങനെ അവിടെ വിഷയം. അപ്പോ അസഖ് പ്രകാരം മുആറള ഉണ്ടെങ്കിൽ അവിടെ തൈമീമില്ല, രണ്ടും രണ്ടാക്കി മാറ്റും. രണ്ടാം ഖൗല് പ്രകാരം തൈമീമേ ഇല്ല. മിസാലു, നമുക്കൊരു മൂന്നാമത്തെ ഖൗലിന് ഉദാഹരണം എടുക്കാം. ഒലാ മുആരിള, രണ്ട് ആമിന് തമ്മിൽ എതിരില്ല, രണ്ട് ആമുണ്ട്, രണ്ട് തമ്മിൽ മുആറളയില്ല, എന്നാ രണ്ടും തൈമീമാണ് താനും. ആ നിലയിലുള്ള ഉദാഹരണം ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഇതെന്നാണ്. എല്ലാ ഗുണം ചെയ്ത ആളുകളും സ്വർഗലോകത്താണ്, എല്ലാ തെറ്റ് ചെയ്ത തമ്മാടിക്കൂട്ടങ്ങളും നരകലോകത്തിലുമാണ്. ഇവിടെ അബ്റാറ് ഫുജ്ജാറ് രണ്ട് ആമുണ്ട്. അബ്റാറ് എന്നുള്ളത് മദ്ഹിന്റെ ആമ്, ഫുജ്ജാറ് എന്നുള്ളത് ദമ്മിന്റെ ആമുമാണ്. ഇത് രണ്ടും തൈമീം തന്നെയാണ്, മുത്തലഖ് നൽക. ഇവിടെ മുആറളല്ല, ഒരു മുആരിദ് ഇവിടെ അല്ലല്ലോ. അപ്പൊ മുആരിദ് ഇല്ലാതിരിക്കെ ഇത് രണ്ടും ആമന്നല്ലേ? ആമാണ്. ഇനി വമഅൽ മുആരിദ്, മുആരിദ് ഉണ്ടായിട്ട് അതോടുകൂടെയുള്ള ഉദാഹരണം വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും. ഒരു വിഭാഗം അവർ തന്നെ അവർക്കുള്ള ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാല അസ്വാജിഹിം, അവർക്കുള്ള ഇണകളുടെ മേലും ഒഴികെ. ഔ മാ മലക്കത്ത് അയ്മാനുഹും, അല്ലെങ്കിൽ അവർ ഉടമയാക്കിയ അടിമകൾക്കൊഴികെ. അപ്പോൾ അവരുടെ ലിംഗശേഷി അവർ ഉപയോഗിക്കുക, അവരുടെ ഭാര്യമാര്, അവരുടെ അടിമകൾ, ഇവരുടെ മേൽ മാത്രമാണ്. മറ്റൊരു അവിഹിത ബന്ധം അവർ നടത്തൂല എന്ന് സൽഗുണ വിശേഷികളായ മോമിനികൾക്ക് പറഞ്ഞ വിശേഷണമാണ് അവിടെ. ഇവിടെ നമുക്ക് ചർച്ച വരാനുള്ളത് മുആരിളായിരിക്കെ ആമുണ്ട്, ഔ മാ മലക്കത്ത് അയ്മാനുഹും എന്നുള്ളതാണ്. നോക്കുക, ഫഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, വഖദ് സീഖ, ഈ പറഞ്ഞ ആമിനെ ഇവിടെ കൊണ്ടുവരപ്പെട്ടത് ലിൽ മദ്ഹി, മദ്ഹിന് വേണ്ടി കൊണ്ടുവരപ്പെട്ടതാണ്. ഔ മാ മലക്കത്ത് അയ്മാനു എന്ന് പറഞ്ഞ ആയത്ത്. എന്നിരിക്കെ ആ പറഞ്ഞത് യഉമ്മു, അത് ആമാക്കുന്നതാണല്ലോ, ബിളാഹിരിഹി, അതിനെ ലാഹിർ വെച്ച് വായന നോക്കുമ്പോൾ ആമാക്കുന്നതാണ്. അൽ ഉഖ്തൈനി, ജേഷ്ഠാഞ്ചത്തിമാരെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. ബി മിൽക്കിൽ യമീൻ, മിൽക്കിൽ യമീൻ എന്നതുകൊണ്ട്, മിൽക്കിൽ യമീൻ എന്നതുകൊണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ജംആൽ ഉൾപ്പെടുത്തുന്നില്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? ഔ മാ മലക്കത്ത് അയ്മാനും, അവർക്കുള്ള കരങ്ങൾ ഉടമാക്കിയിരുന്ന. ഇവിടെ മിൽക്ക് യമീൻ എന്ന് പറയുന്ന മിൽക്ക് നടത്തുക എന്നത് വരുമ്പോ ജ്യേഷ്ഠാഞ്ചത്തിമാരെ രണ്ട് സഹോദരിമാര് ഒരുമിച്ച് കൂട്ടാതെ അവിടെ വരുന്നില്ലേ? അവിടെ വരുന്നുണ്ട് താനും. ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. എത്തരത്തിൽ ആറലഹു ഫീദാലിക്ക, ഈ രണ്ട് അഞ്ചത്തിമാരെ ഒരുമിച്ച് കൂട്ടുക എന്ന വിഷയത്തിലോ ഇത് ഈ ജമ്മിനോട് എതിരാകുന്നുമുണ്ട്. ഇവിടെ മുആറളയുമുണ്ട്. എന്തുവാ? അന്തജ്മഉ ബൈനൽ ഉഖ്തൈനി, രണ്ട് സഹോദരിമാർക്ക് ഇടയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നൊരായത്തുണ്ടല്ലോ. ഫഇന്നഹു, നിശ്ചയമായിട്ടും ഇവിടെ പറഞ്ഞ ആയത്തിൽ പറയപ്പെട്ടത് വലം യുസഖ്, അതിനെ കൊണ്ടുവരപ്പെട്ടിട്ടില്ല. ലിൽ മദ്ഹി, അത് മദ്ഹിന് വേണ്ടി കൊണ്ടുവന്നതുമല്ല. വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈനി എന്ന് പറയും മദ്ഹിന് വേണ്ടി കൊണ്ടുവന്നതല്ല, മുമ്പ് പറഞ്ഞ മദ്ഹിന് വേണ്ടി കൊണ്ടുവന്നതുമാണ്. അപ്പൊ ഈ പറഞ്ഞതിനോട് ഇതെതിരായി എങ്കിൽ ഇതാകുന്നത് ഷാമിലുൻ, അത് ഉൾപ്പെടുത്തുന്നതല്ലേ. ലി ജംഇഹിമാ ബി മിൽക്കിൽ യമീൻ, മിൽക്കിൽ യമീൻ നടത്തുക എന്നതുകൊണ്ട് ഈ രണ്ട് സഹോദരിമാരെയും എന്താക്കുന്നതാണ്? ജമ്മു ചെയ്യുക എന്നുള്ളത് ഷാമിലാക്കുന്നതല്ലേ. മലക്കത്ത് അയ്മാനും എന്നുള്ളിടത്ത് രണ്ട് സഹോദരിമാരെ ലാഗർ പ്രകാരം നോക്കുമ്പോൾ അവിടെ ജമ്മു ചെയ്യാൻ പറ്റും, ഒരുമിച്ച് കൂട്ടാൻ പറ്റും. അത് മദീന കൊണ്ടുവന്നതാ.
വാന്തജ്മോ ബൈൽ ഒക്തേനി രണ്ട് സഹോദരന്മാർക്കിടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് മദീന് കൊണ്ടുവന്നതല്ല. മദീന് കൊണ്ടുവരാതിരിക്കെ ആ പറഞ്ഞ ജമ്മ് അത് രണ്ട് സഹോദരിമാരെ ഉടമയാക്കുക എന്ന നിലയ്ക്ക് എന്താകുന്നതാണ്, ഒരുമിച്ച് കൂട്ടുക എന്നതിനെ ഉൾപ്പെടുത്തുന്നതല്ലേ. അതെങ്ങനെ? നിക്കാഹ് നടത്തിയാലും ജമ്മുണ്ടല്ലോ. അപ്പൊ ആ നിക്കാഹ് ബന്ധം നടത്തി ചേട്ടത്തി അഞ്ചത്തിമാർ ഒരുമിച്ചിട്ടാൻ പാടില്ലല്ലോ, എന്നാൽ അതിന് ജമ്മ് ചെയ്യുന്നില്ലേ? അപ്പൊ മുആറള ഉണ്ടായിട്ടും എന്തുണ്ടായി? ഇവിടെ ജമ്മ് നടക്കുന്നുണ്ടല്ലോ, ആമായല്ലോ എന്നാ പറയുന്നത്. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, മുആറള ഉണ്ട് താനും. എന്നാൽ എന്ത് പറയും മസ്സക്ക് ഇവിടെ? അവലു, അപ്പൊ ആദ്യം പറഞ്ഞതിനെ ചുമത്തപ്പെട്ടു. അലാ വൈരിദാലിക്ക, ഇവിടെ നമ്മൾ ഈ ജമ്മ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ, ഈ ജമ്മ് ചെയ്യാത്തതിനെയാണ് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഔമാ മലക്കത്ത് ഐമാനും എന്ന് പറയുന്ന അടുത്തുള്ള ജമ്മ് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ജമ്മല്ല, അത് വേറൊരു ജമ്മാണ്, അത് അടിമ എന്ന നിലക്കാണ്. ഇവിടെ അങ്ങനെയല്ല, മാറ്റമുണ്ട് എന്ന് പറയും. അതെങ്ങനെ? അല്ലം യുറദ് തനാവുലുഹു, ആ ആയത്തിൽ പറഞ്ഞ അത് എന്താക്കുക, ആ ആദ്യത്തേത് ഉൾപ്പെടുത്തും. ലഹു, ഈ പറഞ്ഞ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ ജമ്മിനെ ഉൾപ്പെടുത്തും എന്ന ഉദ്ദേശമില്ലാതിരിക്കുക എന്ന നില നോക്കിയിട്ടാണ് അതല്ലാത്തതിനെ ചുമത്തപ്പെടും എന്ന് പറഞ്ഞത്. അല്ല ഔരീദ, രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം വെക്കുകയാണ് എങ്കിൽ മുആറള ഉണ്ടെങ്കിലും തഅമീം ഉണ്ടെന്നല്ലേ ഉദ്ദേശിക്കപ്പെടുന്നു. അതായത് ആ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ ജമ്മയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുദ്ദേശിക്കുകയാണ് എങ്കിൽ വറുജ്ജിഹസ്സാനി അലൈഹി എന്ന ആദ്യം പറഞ്ഞതിനേക്കാൾ രണ്ടാമത് പറഞ്ഞതിന് റാജിഹാക്കപ്പെടും. അപ്പൊ തർജിയാക്കുക ഏതിനെയാണ്? രണ്ടാമത്തതിനെയാണ്. എന്തുകൊണ്ട്? ബിഅന്നഹു മുഹർരിമുൻ, ഈ രണ്ടാമത്തേത് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ ജമ്മിനെ ഹറാമാക്കുന്നതാണ്. ഈ രണ്ടാമത്തെ ആയത്തിലുള്ള ജമ്മ്. അപ്പോ ഇവിടെ പറഞ്ഞ ജമ്മ് തർജീഹ് ഏതാണ്? നിക്കാഹ് ചെയ്തുകൊണ്ട് സഹോദരിമാർ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഹറാമുണ്ട് ഇവിടെ. അതാണ് ഇവിടെ രണ്ടാമത്തെ ആയത്തിലുള്ളത്. അവിടെ അടിമയാക്കുക, മിൽക്കാക്കുക എന്ന നിലക്കുമാണ്. അപ്പോ അവിടെ ഇവിടെ രണ്ടും ജമ്മുണ്ടെങ്കിലും ഈ രണ്ടാമത്തെ ജമ്മ് തർജിയാക്കിയിട്ട് നമ്മൾ എന്താ പിടിക്കും? രണ്ടും എന്താണ്? മുആറളയാണെങ്കിലും തഅമീമുണ്ട്. പക്ഷെ മൂന്നാം കൗലനുസരിച്ചുകൊണ്ട് രണ്ടാമത്തിനെ തർജിയാക്കും. ഒന്നാം കൗലനുസരിച്ചുകൊണ്ട് മുആറള ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും? ആ ആയത്തിൽ പറഞ്ഞത് എന്തല്ല, അത് തഅമീം ഈ പറഞ്ഞ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ അമല്ല എന്ന് ചുമത്തും. ഇങ്ങനെ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞു. വല്ലസഹു, ഇനി അസഹ് പ്രകാരം പറയാനുള്ളത് തഅമീമു നഹു ലാ യസ്തവൂൻ. ലാ യസ്തവൂൻ എന്ന് പോലത്തൊക്കെ ആയത്തുകളിലുണ്ടല്ലോ, അതൊക്കെ തഅമീമാക്കി നിർത്തുവോ, അത് ആമാക്കി നിർത്തുവല്ലേ? ആണ്, അത് തഅമീം തന്നെ ഉണ്ട് അതിലെ. മീൻ ഖൗലിഹി തആല, അള്ളാന്റെ വാക്കിലുള്ള ലാ യസ്തവൂൻ. ഏതാ അള്ളാഹ് പറഞ്ഞ വാക്ക്? അവമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നത്തി. ഈ രണ്ടായത്തെ, ഈ രണ്ട് ആയത്തിലും ലാ യസ്തവൂൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലാ യസ്തവൂൻ എന്ന് പറയുന്നത് തഅമീമാണെന്നാണ് അസഹ് പ്രകാരം. അത് ആമിന്റെ മേൽ അവശേഷിപ്പിക്കാം. ഇപ്പോൾ ലഫ്ള് ആമാണ്, അതോടൊപ്പം തന്നെ അത് തഅമീമായി നിർത്തും. മുഅ്മിനായ മനുഷ്യൻ തമ്മാടിയായ ഒരു മനുഷ്യനെ പോലെയാണോ? അല്ല, സമമാവൂല. സ്വർഗാവകാശിയും നരകവാസിയും സമമാകുമോ? ഇല്ല. ഫഹുവ, അപ്പോൾ ഈ ലാ യസ്തവൂൻ എന്ന് പറയുന്നത് ലിനഫി ജമീഇ വുജൂദിൽ ഇസ്തിവാ, ഇസ്തിവായിലെ എല്ലാ ന്യായം ഇസ്തിവായിട്ട് വരാൻ പറ്റുന്ന ഏതൊക്കെയുണ്ടോ അത് മുഴുവത്തിനെ നബി ചെയ്യുന്നതാണ് ലാ യസ്തവൂൻ എന്ന് പറയുന്നത്. എങ്ങനത്തെ ഇസ്തിവാഹ്? അൽ മുംകിനു നബിയുഹ, ആ ഇസ്തിവാഇന്റെ അല്ല, എങ്ങനത്തെ വുജൂ എന്ന് വെച്ചാൽ ഇസ്തിവാന്റെ വുജൂഹ്, ആ വുജൂഹിന് നബി ചെയ്യൽ ഇംകാനുണ്ട്. അപ്പൊ ആ വുജൂഹിനെ നബി ചെയ്യാൻ ഇംകാനായി വരുന്ന ഇസ്തിവാൻ സർവ്വ വുജൂഹിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നബി ചെയ്യലാണ് ലാ യസ്തവൂൻ എന്നുള്ളത്. കാരണം ലിതളമ്മുനിൽ ഫിഇലി അൽ മൻഫി, ലാ കൊണ്ട് നബി ചെയ്യപ്പെട്ട ഫീലല്ലേ യസ്തവി എന്ന് പറയുന്നത്. അപ്പൊ ആ യസ്തവൂന യസ്തവി എന്ന് പറയുന്ന മൻഫിയായ ഫീല് അത് എന്തിനെ ഉൾപ്പെടുത്തുന്നുണ്ട്? ലി മസ്തരിൻ മുനക്കരിൻ, ഒരു നെക്കറിയാക്കപ്പെട്ട മസ്തർ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അവ ലാ യസ്തവൂന എന്നതിലും ലാ യസ്തവി എന്ന് പറയുമ്പോൾ അവിടെ ഇസ്തിവാ എന്ന മസ്തറുണ്ട്. ഇസ്തിവാ എന്ന് പറയുന്ന മസ്തർ നെക്കറയല്ലേ? ആണുദാനം. അപ്പോ നബിന്റെ സിയാക്കിൽ വരുന്ന
ഇസ്മ എന്താണ്? അമല്ലേ. ആ നിലക്ക് നോക്കുമ്പോ ലാ യസ്തവി എന്നതിന്റെ ഇസ്തിബാഇന്റെ എല്ലാ വജുഹുകളും നബി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തഅമീം തന്നെയാണ് അവിടെ ഉമൂമുണ്ട് എന്നാണ്. പറയില്ല ഇല്ല, തഅമീമാക്കലേ ഇല്ല എന്നാണ്. എന്താ കാരണം? നളുറൻ ഓല് നോക്കിയത് കൊടുക്കാന്ന് പറയും. നോക്കിയതിന് വേണ്ടി ഇലാ അന്നൽ ഇസ്തിവ അൽ മംഫിയ, നിങ്ങൾ പറഞ്ഞതുപോലെ മസ്തർ ആണല്ലോ അവിടെ. നബി ചെയ്യപ്പെട്ട ഫീല് നിക്കറയാക്കപ്പെട്ടൊരു മസ്തർ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഇസ്തിവ അല്ലേ? അപ്പൊ നബി ചെയ്യപ്പെട്ട ഇസ്തിവ ഹുവ, ആ നബി ചെയ്യപ്പെട്ട ഇസ്തിവ ആകുന്നത് അൽ ഇഷ്തിറാഖു, അത് കൂറാക്കുന്നതാണല്ലോ. അത് കൂറാകുന്നതാണ്. എന്തിന്? മിമ്മാലിൽ വുജൂഹി, ചില വജൂഹുകളിലൂടെ കൂറാകുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജമീ വജൂഹ് ഇസ്തിവ ഇല്ല. പിന്നെ ആ ഇസ്തിവ എന്ന് പറയുന്ന സാധനം എല്ലാത്തിനും കൂടിയല്ല, ചില വജൂഹുകൾ കൂടെ എന്താകുന്നുണ്ട്? ഇസ്തിറാഖുണ്ട്. ആ നിലക്ക് നോക്കുമ്പോ തഅമീമില്ലല്ലോ. അപ്പൊ രണ്ട് വഴിയായി, രണ്ട് ഇല്ലത്തായി. അനത്തഅമീമി, അസഹ് തഅമീം ഉണ്ടെന്നാണല്ലോ. ലാ യസ്തവി എന്നൊക്കെ പറയുമ്പോൾ നഫി ചെയ്യപ്പെട്ട ഫീല് ആ തഅമീം ഉണ്ടെന്ന അഭിപ്രായ പ്രകാരം യുസ്തഫാദു മിനൽ ആയത്തിൽ ഊലാ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ആയത്ത്, അതിന് തഅമീം ഉണ്ടെന്ന് അഭിപ്രായ പ്രകാരം മനസ്സിലാക്കപ്പെടുക. അന്നൽ ഫാസിഖ, നിശ്ചയമായിട്ടും തമ്മാടിയായ ഒരാള്, ലാ യലി അഖ്ദൻ നിക്കാഹി, നിക്കാഹിന്റെ ഇടപാടിന് വലിയാകാൻ പറ്റൂല. അയാൾ നിക്കാഹിന്റെ ഇടപാടിന് ഏറ്റെടുക്കൂല. കാരണം തമ്മാടിയായ ആളുകളും മൂമിനായ ആളുകളും സമമല്ലാന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ ഇസ്തിവായിൽ എന്തുണ്ട്? തഅമീം ഉണ്ടെന്നാണ്. ഈ തഅമീം ഉണ്ടെന്ന് വന്നാൽ ഫാസിക്കായ ഒരാൾക്ക് നിക്കാഹ് എന്ന് പറയുന്ന ഇടപാട് ഏറ്റെടുക്കാൻ പറ്റൂല. ഒബിനസാരിയത്തി, രണ്ടാമത്തെ ആയത്തില് തഅമീം ഉണ്ടല്ലോ. അതനുസരിച്ച് രണ്ടാമത്തെ ആയത്തിൽ മനസ്സിലാക്കുക, അന്നൽ മുസ്ലിമ ലാ യുഖ്തലു ബിദ്ദിമ്മിയ്യി, അതായത് കാഫിറായവനും അതുപോലെ തന്നെ സ്വർഗാവകാശിയും നരകാവകാശിയും സമമല്ല എന്നല്ലേ രണ്ടാമത്തെ ആയത്ത്. അങ്ങനെ വരുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ്? മുസ്ലിം സ്വർഗത്തേക്കുള്ളതാണല്ലോ, കാഫിർ നരകത്തേക്കുള്ളതുമാണല്ലോ. അപ്പോ ദിമ്മിയായ ഒരു കാഫിറിനെ കൊന്നു. ആ ദിമ്മിയായിരിക്കുന്ന കാഫിറിനെ കൊന്നത് മുസ്ലിമാണ്. എന്നാൽ ദിമ്മിയായ കാഫിറിന് പകരം, അതിന് പകരം വെച്ചൊരു മുസ്ലിമിനെ കൊല്ലാൻ പറ്റുമോ? പറ്റൂല. കാരണം ദിമ്മി എന്ന് പറഞ്ഞാൽ കാഫിറിൽ പെടൂലേ, അസ്ഹാബുന്നാറിൽ പെടുന്നുണ്ടല്ലോ. അസ്ഹാബുന്നാറും അസ്ഹാബുൽ ജന്നത്തും സമമല്ലല്ലോ എന്നാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പിന്നെ തീരപ്രകാരം നോക്കിയാലോ തഅമീം ഇല്ലതാനും. അപ്പൊ ഇവിടെ തഅമീം ഇല്ലാത്ത നിലയ്ക്ക് ഇസ്തിറാഖ് വെക്കേണ്ടി വരും. ചില കാഫിറുകൾ എന്ന് ഒഴിവാക്കണം, ചില നമ്മാടികൾ എന്നൊക്കെ പറയേണ്ടി വരും. ആകട്ടെ വഖാലഫിൽ മസ്അലത്തൈനി അൽ ഹനഫിയ്യ, അപ്പൊ ഈ രണ്ട് മസ്അല പറഞ്ഞിടത്ത് മുസന്നിഫ് അവറുകൾ എതിരായത് ആരോടാണ്? ഹനഫിക്കാരോട് എതിരായിട്ടുണ്ട്. ഹനഫി മദ്ഹബിന് അങ്ങനെയല്ല. ഹനഫിക്കാര് പറയുന്നത് പറ്റും എന്നൊക്കെ വരിക. അപ്പൊ ആ ചർച്ച അവിടെ കഴിയുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും പല പദങ്ങള് നഫീന്റെ അറഫിന്റെ മേക്കലും ഒക്കെ വരുന്നുണ്ട്. ആ അറഫിനെ കുറിച്ച് തഅമീം ഉണ്ടോ അല്ലേ എന്നാണ് ഇനി പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് അസഹ് പ്രകാരം തഅമീം പറഞ്ഞു, ഇല്ലാന്ന് തീരെയും പറഞ്ഞു, അതിന്റെ ഉദാഹരണവും പറഞ്ഞു. അള്ളാഹു ഇത് നമ്മൾ ഖബൂൽ ചെയ്യട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മർഹമത്തിന്റെ 10 മർഹമത്ത് നൽകി അനുഗ്രഹിക്കുന്ന ഈ പുണ്യമായ റമളാൻ ആദ്യത്തെ 10 നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഇഷ്ടക്കാരെയും ബന്ധക്കാരെയും എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.